വെൽക്കം ടു വിനേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ AMV എക്സാമിനെ പറ്റിയിട്ടാണ്. ഒരു ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഡ്രീം ചെയ്യുന്ന ജോലികളിൽ ഒരെണ്ണമാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. യൂണിഫോം തസ്തികയാണ്, കേരള PSCയിലുള്ള ഒരു യൂണിഫോം തസ്തികയാണ് AMV എന്ന് പറയുന്നത്. സോ കുറെ പേർക്ക് ഒരു ഡ്രീം ജോബ് തന്നെയാണ്. നമുക്കിപ്പോൾ വരുന്ന എൻക്വയറി എന്ന് പറഞ്ഞാൽ നമുക്ക് AMV എക്സാം 2025 ഉണ്ടാവുമോ, നോട്ടിഫിക്കേഷൻ 2026 എക്സാം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ച് കുറെ പരസ്യങ്ങൾ കണ്ടിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ വരാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. സാധ്യതയില്ലെന്ന് തന്നെ പറയാം. കാര്യം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ആക്റ്റീവ് ആണ്. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് അതിന് ഏകദേശം ഒരു വർഷം മാത്രമേ കാലാവധി ആവുന്നുള്ളൂ. റാങ്ക് ലിസ്റ്റിന് പൊതുവെ 3 വർഷമാണ് കാലാവധി ഉള്ളത്. നമുക്ക് പ്രാധാന്യമുള്ള തസ്തികകളുടെയൊക്കെ റാങ്ക് ലിസ്റ്റ് 2 വർഷം കഴിയുമ്പോൾ, ഒരു 2.5 വർഷം ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ആളുകൾ കുറഞ്ഞു വരുമ്പോഴത്തേക്ക്, മെയിൻ ലിസ്റ്റ് തീരാറാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ 2026 അവസാനത്തേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധ്യതയാണ്, ഉറപ്പൊന്നുമല്ല. ചിലപ്പോൾ 2027 ആവാം. എന്തു തന്നെ ആയാലും ഈ വർഷം എക്സാം ഉണ്ടാവില്ല, ഈ വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2026 27 നോട്ടിഫിക്കേഷൻ വരും. 26 നോട്ടിഫിക്കേഷൻ വന്നാൽ 27 എക്സാം ഉണ്ടാവും. 27 നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ 28 എക്സാം ഉണ്ടാവുക. അത് ഇയർ കലണ്ടർ ഇറങ്ങുന്നതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വട്ടത്തെ AMV എക്സാമിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പുതിയ ബാച്ച് അനൗൺസ് ചെയ്ത് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിലവിൽ ഓൺലൈനും ഓഫ്ലൈനും ആയിരുന്നു AMV ഉണ്ടായിരുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം പഠിപ്പിച്ച റിയാസ് സാറ്, ഞാനും അതുപോലെ സാദിഖ് സാറൊക്കെയാണ് കഴിഞ്ഞ വട്ടം നിങ്ങളെ AMVയുടെ ക്ലാസ്സസ് എടുത്തിരുന്നത്. അത് കംപ്ലീറ്റ്ലി സൂം റെക്കോർഡഡ് ക്ലാസ്സുകളായിരുന്നു. സൂം വഴിയാണ് ക്ലാസ് എടുത്തിരുന്നത്. നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കാണുന്ന പോലെ തന്നെ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരൊറ്റ കണ്ടന്റ് പോലും പഴയ ക്ലാസ് ഉപയോഗിക്കുന്നില്ല. പഴയ ഫാക്കൽറ്റീസ് തന്നെയാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. മെക്കാനിക്കൽ പോർഷൻസ് ഒരു 2 മാസം മുന്നേ തന്നെ നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തു. ഇനി ഫ്രിക്ഷൻ ടോപ്പിക്ക് മാത്രമേ നമുക്ക് പെൻഡിംഗ് ഉള്ളൂ. ബാക്കി എല്ലാ പോർഷൻസും നമ്മൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമൊബൈൽ പോർഷൻസ് സാദിഖ് സാർ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഏകദേശം ഒരു 70 to 80% കണ്ടന്റുകളും അതിനകത്ത് തന്നെ ഏകദേശം ആയിട്ടുണ്ട്. ബാക്കി ക്ലാസ്സുകൾ ഇങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളും അതിന്റെ ഈ നോട്ട്സുകളും എക്സാമുകളും MCQ ഡിസ്കഷൻ വീഡിയോസും ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊരു ലോങ് ടൈം ബാച്ചാണ്. 26 27 28 ഇനി എന്നാണോ എക്സാം വരുന്നത് അന്ന് വരെ ഈ കോഴ്സിന് വാലിഡിറ്റി ഉള്ള കോഴ്സാണ് നമ്മളിപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഓട്ടോമൊബൈൽ പോർഷൻസ് കംപ്ലീറ്റ് കവർ ചെയ്യും. ഈ മന്ത് അല്ലെങ്കിൽ അടുത്ത മന്തോടുകൂടി തന്നെ കംപ്ലീറ്റ് പോർഷൻസ് കവർ ആവും. മോട്ടോർ വെഹിക്കിൾ ആക്ടും കവർ ചെയ്ത് മാറും. അതോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് കണ്ടന്റുകൾ നമ്മൾ തരുവാണ് ചെയ്യുന്നത്. പിന്നീട് അതിന്റെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ലൈവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ആ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്ത് വരും. ആ ഡിവൈഡ് ചെയ്ത ടോപ്പിക്കുകളുടെ എക്സാമുകളും MCQ ഡിസ്കഷൻ ലൈവുകളും ഉണ്ടാവും. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാം. കുറച്ച് പഠിച്ച് പോയാൽ മാത്രം മതി. സോ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഓൺലൈൻ ബാച്ച് ഇപ്പം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ക്ലാസ്സിന്റെ ക്വാളിറ്റി വിലയിരുത്തുക. നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ എക്സാം റിസൾട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് കയറിയിരിക്കുന്ന ആൾക്കാരോടോ കഴിഞ്ഞ വട്ടം എക്സാം പ്രിപ്പയർ ചെയ്തവരോടോ നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്ന് ചോദിക്കുക. അന്ന് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഓൺലൈൻ തുടങ്ങിയിട്ടുണ്ട്. ഓഫ്ലൈൻ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് തുടങ്ങത്തുള്ളൂ. കാര്യം 2026 27 നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് നേരത്തെ തുടങ്ങണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം ഓൺലൈൻ ആയിട്ട് പോയിരിക്കുന്നത്. ഓഫ്ലൈൻ നമ്മൾ തുടങ്ങും. ഇപ്പം നമ്മൾ കഴിഞ്ഞ അടുത്ത റാങ്ക് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഇതുവരേക്കും 104 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓഗസ്റ്റ് 15 ഡേറ്റ പറയുന്നത് 104 അഡ്വൈസിനകത്ത് 20 ഉദ്യോഗാർത്ഥികൾ വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സിൽ നിന്നാണ് ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചിലെ കുട്ടികളായിരുന്നു. ഇത് സമാനതകളില്ലാത്ത റിസൾട്ടാണ്. വേറെ ആർക്കും അവകാശപ്പെടാനില്ലാത്ത റിസൾട്ടാണ് ഇത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയോ. ഇത്ര ജെന്യൂൻ ആയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ഫോട്ടോ വെച്ചിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ട് ഒരു സ്ഥാപനവും ഇങ്ങനെ പരസ്യം ചെയ്യാറില്ല. കാര്യം ഇതെല്ലാം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ്. ഇതെല്ലാം തന്നെ ഇവർ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളാണ്. ഇതിൽ 20 അഡ്വൈസുകളാണ് 104 അഡ്വൈസ് പോയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ റാങ്ക് ലിസ്റ്റ് തീരുമ്പോഴത്തേക്ക് ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ട് അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ പ്രീവിയസ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ കയറിയിരിക്കുന്നത് നമ്മുടേതായിരിക്കും. ഉറപ്പാണ്. ഒരു അത്രമാത്രം ഉദ്യോഗാർത്ഥികൾ ഇതിനകത്ത് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളവർ നമ്മുടെ റാങ്ക് ലിസ്റ്റിലുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഫുൾ ക്രെഡിറ്റ് ഒന്നും എടുക്കുന്നില്ല. ഉദ്യോഗാർത്ഥികളുടെ കഷ്ടപ്പാട് തന്നെയാണ്. അതിനൊരു പാർട്ടാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് അവരെ സഹായിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഉദ്യോഗാർത്ഥികളുടെ വിജയം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അവരുടെ കഷ്ടപ്പാട് തന്നെയാണ്. നമ്മൾ അതിനകത്ത് അവരെ ഒന്ന് ഗൈഡ് ചെയ്തു എന്നുള്ളതാണ്. അതേ ഫാക്കൽറ്റീസ് തന്നെയാണ്. ഞാനും റിയാസ് സാർ അല്ലെങ്കിൽ
സാദിഖ് സാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നിങ്ങളുടെ പുതിയ ക്ലാസ്സസ് എടുത്തു വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്. ഓൾറെഡി അതെല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. മെക്കാനിക്കൽ പോർഷൻസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് 2 മാസം മുന്നേ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക. ഒരിക്കലും പരസ്യത്തിലൊന്നും വീഴരുത്. നിങ്ങളൊരു പരസ്യത്തിൽ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ്സിന്റെ ക്വാളിറ്റി വിലയിരുത്തുക. അതിനുശേഷം മാത്രം തീരുമാനം എടുത്താൽ മതി. ചിലപ്പോൾ ഫീസ് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതിയാവും. ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കാര്യമായിട്ട് പറയുന്നത്. നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. വിന്നേഴ്സ് എഡ്യൂടെക് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ക്ലാസ് കണ്ടു നോക്കാം, തീരുമാനം എടുക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമ്മളുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്, കഴിഞ്ഞ വർഷം നമ്മൾ എന്താണ് ചെയ്തത്, ആ ഒരു സക്സസ് ഫോർമുല എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട്. നമ്മുടെ കോഴ്സ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വെബിനാർ പങ്കെടുക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, സ്വയം പഠിക്കാം, അല്ലെങ്കിൽ എന്ത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ 22/8/2025 അല്ലെങ്കിൽ ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ചയാണ് നമ്മളുടെ വെബിനാർ വരുന്നത്. സോ ഈ വെബിനാറിനുള്ളൊരു ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തേക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വെബിനാർ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. റാങ്ക് ഹോൾഡേഴ്സ് ഇന്റർവ്യൂ, അവരെങ്ങനെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് അവരുടെ കഷ്ടപ്പാടുകളെന്നും എങ്ങനെയാണ് അത് തരണം ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. AMVA സക്സസ് സ്റ്റോറീസ് നോക്കിയാൽ മതി, കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.